ഡേ വണ്ണിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടാസ്കും കൂടിയുണ്ട്. ദാറ്റ് ഇസ് ബിൽഡ് ഗുഡ് ഹാബിറ്റ്സ്. നമ്മുടെ ഒരു ഗുഡ് ഹാബിറ്റ്, നമ്മളുടെ ഉള്ളിൽ എല്ലാവർക്കും എന്തുണ്ടാവും, ഓരോരോ സ്കിൽസ് ഉണ്ടാവും. ആ സ്കിൽസിനെ ബൂസ്റ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് ഓരോ ഹാബിറ്റ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. സോ ഡേ വണ്ണിൽ നമ്മൾ ബൂസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഗുഡ് ഹാബിറ്റ് ആണ് എന്താണ്, ഫസ്റ്റ് ഡേയുടെ കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യുന്നത്. ഫസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഓർ പീസ് ഓഫ് പേപ്പർ, എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ എടുക്കുക, കുറച്ചൊരു ഭാഗം വായിക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് കുറെ വേർഡ്സ് ഒക്കെ, നമുക്ക് മനസ്സിലാവാത്ത വേർഡ്സ്, നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള വേർഡ്സ്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റാത്ത വേർഡ്സ്, അതൊക്കെ കിട്ടുന്നതായിരിക്കും. സോ യു ക്യാൻ നോട്ട് ഡൗൺ ദാറ്റ് വേർഡ്സ്. ഓക്കെ, so that you will be getting good vocabulary, and at the same time you can improve your reading skills also. At the same time another thing is happening, വേറൊരു കാര്യം കൂടി സംഭവിക്കുകയാണ്. എന്താണ്, നിങ്ങളുടെ റീഡിംഗ് ഹാബിറ്റ്, അതൊരു ഗുഡ് ഹാബിറ്റ് ഡെവലപ്പ് ആയി വരികയാണ്. സോ ഡോണ്ട് മിസ് ദിസ് ടാസ്ക്. വി ആർ ഗോയിങ് ടു ലേൺ എ ന്യൂ വേർഡ്. നമ്മൾ ഗ്രാമർ പഠിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വൊക്കാബുലറി സ്കിൽസും ഇംപ്രൂവ് ചെയ്യണം. ഫോർ ദാറ്റ് വി ആർ ഇൻട്രൊഡ്യൂസിങ് യു വിത്ത് ഡിഫറെന്റ് വേർഡ്സ്. നമ്മൾ ഓരോ ദിവസവും നിങ്ങൾക്ക് വേർഡ്സ് തരുന്നതായിരിക്കും. വൊക്കാബുലറി സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് വേർഡ് ടു യു ഇസ് ജെനുവിൻ. ജെനുവിൻ എന്ന് പറയുന്നത് ഒരു adjective ആണ്. സോ പ്ലീസ് നോട്ട് ദ സ്പെല്ലിംഗ് ഓഫ് ജെനുവിൻ ഓൾസോ. നമ്മൾ വേർഡ് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ അതിന്റെ സ്പെല്ലിങ്സും നോട്ട് ചെയ്യാം. സോ ജെനുവിൻ ഈസ് an adjective. Adjective means something that describes a noun is called an adjective. So now we'll move to the meaning of the word genuine. Genuine means truly what something is said to be, authentic, that is സത്യസന്ധമായിട്ടുള്ളത്, അതായത് കള്ളമില്ലാത്തത്, കാപഠ്യമില്ലാത്തത്, അതിനെയാണ് നമ്മൾ ജെനുവിൻ പേഴ്സണാലിറ്റി, ജെനുവിൻ പേഴ്സൺ, അവൻ ജെനുവിൻ ആണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ദാറ്റ് ഇസ് വാട്ട് ജെനുവിൻ എക്സാക്ട്ലി മീൻസ്. സോ സിമിലർ ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. സിനണിം എന്നാണ് നമ്മൾ അതിനെ പറഞ്ഞത്. സിനോണിമസ് വേർഡ്സ് എന്നാണ് പറയുന്നത്. സിനോണിമസ് വേർഡ്സ് ഏതൊക്കെയാണ്? ഓഥന്റിക്, റിയൽ, സിൻസിയർ എന്നും റിയൽ എന്നും ഒഥന്റിക് എന്നൊക്കെ പറഞ്ഞാൽ ജെനുവിനോട് മാച്ച് ചെയ്യുന്ന മീനിങ്സ് ഉള്ള വേർഡാണ്. സോ ഐ വിൽ ഗിവ് യു സം എക്സാമ്പിൾസ് ഓൾസോ. That is a conversation. Simi, I wonder if their apology is genuine. Then Nina is saying, I believe it's genuine. They seem really sincere. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ വേർഡ് മനസ്സിലാക്കുക, സ്പെല്ലിങ്സ് ഒക്കെ നോട്ട് ചെയ്യുക, അതിൻ്റെ മീനിങ്ങും യു ഓൾറെഡി ഗോട്ട് ഇറ്റ് ഫ്രം ഹിയർ. യു ഹാവ് ടു മേക്ക് സെൻറ്റൻസസ് യൂസിങ് ദിസ് പർട്ടിക്കുലർ വേർഡ്. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രാക്ടിക്കൽ സ്കിൽസ്, ഇത് ഈ നമ്മൾ പഠിച്ച വേർഡ് പ്രാക്ടിക്കലി യൂസ് ചെയ്യാനും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. കംപ്ലീറ്റ് യുവർ വർക്ക്, ലേൺ ന്യൂ വേർഡ് ഈച്ച് ഡേ ആൻഡ് ഇംപ്രൂവ് യുവർ വൊക്കാബുലറി. ഓക്കെ, the second word for you is overcome. Overcome എന്ന് പറയുന്നത് ഒരു വെർബാണ്. വെർബ് മീൻസ് I have told in another sessions, verb എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിനെ എല്ലാമാണ് നമ്മൾ verb എന്ന് പറയുന്നത്. Action words are called as verb. Running, sitting, jumping, all those things are called as verb. So now coming to the meaning of the word overcome. Overcome എന്ന് പറഞ്ഞാൽ എന്താണ്? To defeat or succeed in dealing with a problem or difficulty. അതായത് നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് എന്താണ് പുറത്ത് കിടക്കുന്നത്, അതിൽ നിന്ന് പുറത്ത് വരിക, അതിനെ നമ്മൾ ഓവർകം ചെയ്തു എന്നാണ് പറയുന്നത്. ഗോട്ട് ഇറ്റ്? സിമിലർ ആയിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കൂ. കോൺകർ, ബീറ്റ്, പ്രിവെയിൽ. ഈ 3 വേർഡ്സ് ആണ് സിമിലർ ആയിട്ടുള്ള സിനോണിമസ് ആയിട്ടുള്ള വേർഡ്സ്. ഓക്കെ, സോ നൗ ലുക്കിംഗ് ഇൻ ടു ദ എക്സാമ്പിൾ. Karan, I can't believe we overcame all the obstacles in our project. Priya, we worked really hard and our efforts finally paid off. What Karan is saying, that is, he can't believe in between all the struggles how they overcame or how they came out of the struggles. അതായത് അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളെ എല്ലാം അവർ മറികടന്നു വന്നു എന്നത് അവന് വിശ്വസിക്കാനാകുന്നില്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. Now see the last point written here. She overcame her fear of public speaking with a lot of practice and confidence. അവളുടെ പബ്ലിക് സ്പീക്കിങ്ങിലുള്ള ഫിയർ ഓർ കോൺഫിഡൻസ് അവൾ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്തത്? പ്രാക്ടീസിലൂടെയും കോൺഫിഡൻസിലൂടെയാണ്. കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്തു, പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. സോ ലൈക്ക് ഹർ, യു ഷുഡ് ഓൾസോ പ്രാക്ടീസ് ആൻഡ് ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ് ആൻഡ് സ്പീക്ക് ഫ്ലുവൻ്റ്ലി in English and be a master of English language. Okay, all the very best. Now the third word is here for you, that is grateful. Grateful is an adjective. Adjective ne kurichu njan already ningalode paranju. It is
something that describing a noun. And now looking into the meaning of the word grateful, feeling thankful or appreciative. നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ നന്ദി പ്രകടിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്നത്. സോ സിമിലർ ആയിട്ടുള്ള വേർഡ്സ് നോക്കുമ്പോൾ താങ്ക്ഫുൾ, ആപ്രീഷിയേറ്റീവ്, ഇൻഡെപ്റ്റഡ് എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ സ്വന്തമായി സെന്റൻസസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഗ്രേറ്റ്ഫുൾ യു ക്യാൻ യൂസ് ദീസ് വേർഡ്സ് ഓൾസോ. Some examples are here. Kiran is telling that thank you for helping me with my homework. Then Sita is replying as I am really grateful that you took the time to assist me. Kiran parayana എന്താണ് ഐ ആം വെരി മച്ച് താങ്ക്ഫുൾ ടു യു എന്ന് സീതയോട് പറയാണ്. സോ സീത ഈസ് ഫീലിംഗ് ഓർ ഷോയിങ് ഹർ ഗ്രേറ്റ്ഫുൾനെസ് ടുവേർഡ്സ് കിരൺ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് I am so grateful for the support of my friends during the tough times. എന്താണ് എൻ്റെ കഷ്ടകാലത്തിൽ എനിക്ക് കഷ്ടം നിറഞ്ഞ സമയത്തിൽ എന്നോട് കരുണ കാണിച്ച അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സിനോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്, അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആണ്, ഞാൻ താങ്ക്ഫുൾ ആണ് എന്ന് പറയാണ്. നെക്സ്റ്റ് വൺ, ഷീ ഫെൽറ്റ് ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ ആൻഡ് എക്സ്പ്ലോർ ദ ന്യൂ പ്ലേസസ്. one girl is telling that I am really grateful for the opportunity. എനിക്ക് കിട്ടിയ അവസരം എന്തിനു വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യാനും പല സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാനും കിട്ടിയ ഒരവസരം, ആ ഒരു അവസരം എനിക്ക് തന്നതിൽ ഞാൻ ഒരുപാട് താങ്ക്ഫുൾ ആണ്, കടപ്പെട്ടിരിക്കുന്നു. That is the word we are learning today. So use these word in your sentence and construct new sentences and send it to your trainer and get feedback from them. Okay. Now the fourth word for you is convenient. Convenient is an adjective. Convenient meaning വരുന്നത് easy to use or access, well suited for one's need. That is സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ എന്നുള്ള സൗകര്യപ്രദമായിട്ടുള്ള, അതാണ് അതിന്റെ മീനിങ് വരുന്നത്. സിമിലർ ആയിട്ടുള്ള വേർഡ്സ് ഈസി, ഹാൻഡി, പ്രാക്ടിക്കൽ അതൊക്കെയാണ്. So you can use it in your own sentence also. While constructing new sentences. Examples നോക്കുവാണെങ്കിൽ Nina is saying this new app is so convenient for ordering groceries. ഈ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ആപ്പ് എന്ന് പറയുന്നത് വളരെ കൺവീനിയന്റ് ആണ്, നമ്മുടെ ജോലിഭാരം കുറയ്ക്കുന്നതാണ് ഈ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത app. Then Ravi is replying, yes, it's very convenient to have everything delivered at your doorstep. അതായത് എന്താണ്, നമ്മളുടെ വീട്ടിൽ സാധനങ്ങൾ കൊണ്ട് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ വലിയൊരു സൗകര്യം ഇല്ല അല്ലേ. സോ കൺവീനിയൻസ് മീൻസ് നമ്മുടെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ. Then next one, a convenient location can save you time when running errands. അതായത് വെറുതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് എന്താണ് ഒരു വളരെ സൗകര്യപ്രദമായിട്ട് ലൊക്കേഷൻ പറയുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി മീറ്റ് ചെയ്യാൻ പോവാണ്. ഇഫ് യു ആർ ടെല്ലിങ് എ കൺവീനിയന്റ് ലൊക്കേഷൻ, ഇറ്റ് ഈസ് വെരി ഈസി ഫോർ യുവർ മീറ്റപ്പ്, റൈറ്റ്? അതാണ് അതിന്റെ മീനിങ്. Then the hotel's proximity to the beach made it very convenient for the tourists. എന്താണ്, ബീച്ച് സൈഡിലുള്ള പ്രോക്സിമിറ്റി മീൻസ് ആ ഒരു അറൌണ്ട് ലൊക്കേഷൻ, ബീച്ച് ഇസ് വെരി ക്ലോസ് ടു ദ ഹോട്ടൽ ഈസ് വെരി ക്ലോസ് ടു ദ ബീച്ച്. സോ ദാറ്റ് മേക്സ് ദ tourists to visit the beach very easy, and because that is hotel is very close to the beach, and that makes the tourists to visit the beaches so fast or very conveniently. That is the meaning of the word convenient and its usage. Construct your own sentences and send it to your trainer. Next word is on cloud 9. That is an idiom. Idiom ആണ്. Idiom means a usage ആണ്, ഒരു യൂസേജ് ആണ്. That can be used as a single. അത് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. So what is the meaning? To be extremely happy or in a state of euphoria. അതായത് അത് കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആക്കും നിങ്ങൾക്ക്, ബട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു. ഓൺ ക്ലൗഡ് 9 എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ ആണ്, ഒരു യൂസേജ് ആണ്. ഓക്കെ, അതെന്താണ്, നമ്മുടെ ഒരുപാട് ഹാപ്പി മൊമെന്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ജസ്റ്റ് ഒരു ഫ്രേസ് മാത്രം ഉപയോഗിച്ചാൽ മതി. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഹൗ ആർ യു ഫീലിംഗ് ആഫ്റ്റർ യുവർ പ്രൊമോഷൻ? നിന്റെ പ്രൊമോഷൻ കഴിഞ്ഞ ശേഷം, അതായത് നീ പ്രൊമോട്ടഡ് ആയ ശേഷം നിന്റെ ഫീലിംഗ് എന്താണ്? സോ മായ ഇസ് റിപ്ലൈങ്. എന്താണ് മായ പറയുന്നത്? ഐ എം ഓൺ ക്ലൗഡ് 9, ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. ഞാൻ അത്യധിക സന്തോഷവതിയാണ്, അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റാത്തതിലും അപ്പുറമുള്ള സന്തോഷമാണ് എനിക്കുള്ളത്. സോ എന്താണ് അതിന് പകരം യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഇഡിയം? ഐ എം ഓൺ ക്ലൗഡ് 9. ദാറ്റ് ഇറ്റ് സെൽഫ് മേക്ക് ദ, നമ്മുടെ ആ ഒരു യൂസേജ് തന്നെ ആ സെന്റൻസിനെ മാറ്റിമറിച്ചു കഴിഞ്ഞു. ഇറ്റ്സ് വെരി അട്രാക്റ്റീവ്. ഐ കാൺട്ട് ബിലീവ് ഇറ്റ് ഓവർ ഹാപ്പിനെസ്സിനെയാണ്, എക്സ്ട്രീം ഹാപ്പിനെസ്സിനെ കാണിക്കാനാണ് ഐ ആം ഓൺ ക്ലൗഡ് 9 എന്ന് പറയുന്നത്. ഓക്കെ, then similar words എന്ന് പറയുന്നത് ecstatic, overjoyed, thrilled. ഇതൊക്കെയാണ് അതിന്റെ സിമിലർ ആയിട്ടുള്ള വേർഡ്. but the best word and best usage is on cloud 9. and next one, after the proposal they were on cloud 9 for days.
ദാറ്റ് ഈസ് എന്താണ് ഈ പ്രപ്പോസലിന് ശേഷം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പ്രപ്പോസൽ ഓർ ഇറ്റ് മേ ബി മാരേജ് ഓർ എനി അലയൻസ് ഓർ സംതിങ്. After that they were very happy. That is saying that they are on cloud 9 for days. കുറേ ദിവസത്തേക്ക് അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. When he found out he passed the exam, he was on cloud 9. So it's very funny, right? അവൻ എക്സാമിന് ജയിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അവന് അമിതമായിട്ടുള്ള പറയാൻ പറ്റാത്തതിലധികമുള്ള സന്തോഷമാണ് അവൻ ഉണ്ടായത്. That is the meaning of cloud 9. So the next word here for you is hang in there. That is a phrase. അതൊരു phrase ആണ്. അതും ഒരു particular usage ആണ്. അത് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. The meaning of the phrase is to preserve through a tough situation. That is എന്താണ് hang there in എന്ന് പറഞ്ഞാൽ ഒരു പ്രതിസന്ധിയിൽ ജാഗ്രത പുലർത്തുക എന്നതാണ് അതിന്റെ മീനിങ്. സിമിലർ ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് keep going. നമ്മൾ ഒരിക്കലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരരുത്. എന്ത് ചെയ്യണം? ജാഗ്രത പുലർത്തി മുന്നോട്ട് പോവുക. കീപ് ഗോയിങ് ഓർ ഡു നോട്ട് ഗിവ് അപ്പ്. നമ്മൾ തളരാൻ പാടില്ല. ശക്തരായി മുന്നേറണം എന്ന് പറയുന്നതാണ് ഹാങ് ഇൻ ദെയർ എന്ന് പറയുന്നത്. ഓർ പെർസിസ്റ്റ്, നിലനിൽക്കുക, നല്ല ശക്തിയോടെ നല്ല മനസ്സിന് ഉറപ്പോടെ നിലനിൽക്കുക എന്ന് പറയുന്നതാണ് ഹാങ് ഇൻ ദെയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആർ ഐ എം റിയലി സ്ട്രെസ്ഡ് അബൌട്ട് ദ എക്സാംസ് കമ്മിങ് അപ്പ്. റീമ പറയാണ്. സോ വാട്ട് ഈസ് രവീസ് റിപ്ലൈ? ഹാങ് ഇൻ ദെയർ റീമ, യു ഹാവ് ഗോട്ട് ദിസ്, ജസ്റ്റ് കീപ് സ്റ്റഡിങ്. എന്താണ് റീമ പറയാണ്, എനിക്ക് ഭയങ്കര സ്ട്രെസ് എക്സാംസ് അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ട്. ബട്ട് രവി ഈസ് ടെല്ലിങ് ഹാങ് ഇൻ ദെയർ, അവിടെ തന്നെ നിൽക്കുക. അതായത് ഒരു പൊസിഷനിൽ നിൽക്കുക എന്നല്ല, നിന്റെ മനസ്സ് അവിടെ തന്നെ ഉറപ്പിക്കുക, നന്നായി പഠിക്കുക, നല്ല സ്കോർസ് എക്സാമിന് വാങ്ങിക്കുക. നൗ സി, ഡോണ്ട് വറി, ദ ഹാർഡ് ടൈംസ് വിൽ പാസ്, ജസ്റ്റ് ഹാങ് ഇൻ ദെയർ. എന്താണ്? ഈ കഷ്ടകാലവും കടന്നു പോകും, നീ അവിടെ തന്നെ പിടിച്ചു നിൽക്കുക, ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് തളരരുത് ലൈഫിൽ. Okay, that is hang in there means. So you have to construct sentences on your own and send it to your personal trainer. Okay.